പ്രിയമുള്ളവരെ, വചനജ്വാല 1743 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 9 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 9-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ടയറിനെ കുറിച്ച് വിലാപഗാനം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടയറിനെ കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക. സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്ത് അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്ന ടയറിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ടയർ അവികല സൗന്ദര്യത്തിടമ്പ് എന്ന് നീ അഹങ്കരിച്ചു. നിന്റെ അതിർത്തികൾ സമുദ്രത്തിന്റെ ഹൃദയഭാഗത്താണ്. നിന്റെ നിർമ്മാതാക്കൾ നിന്റെ സൗന്ദര്യം തികവുറ്റതാക്കി. സെനീറിലെ സരളമരം കൊണ്ട് അവർ നിന്റെ തട്ടുപലകകൾ ഉണ്ടാക്കി. ലെബനോനിലെ ദേവദാരു കൊണ്ട് അവർ നിനക്ക് പായ്മരം നിർമ്മിച്ചു. ബാഷാനിലെ കരുവേലകം കൊണ്ട് അവർ നിനക്ക് തുഴയുണ്ടാക്കി. സൈപ്രസ് തീരങ്ങളിൽ നിന്നുള്ള കാറ്റാടി മരത്തിൽ ആനക്കൊമ്പ് പതിച്ച് അവർ നിനക്ക് മേൽത്തട്ട് ഒരുക്കി. നിന്റെ കപ്പൽപ്പായ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രാലങ്കൃതമായ ചണവസ്ത്രമായിരുന്നു. അതായിരുന്നു നിന്റെ അടയാളം. എലീഷ ദ്വീപിൽ നിന്നുള്ള നീലാംബരവും ധൂമ്രപടവും ആയിരുന്നു നിന്റെ ആവരണം. സീദോനിലെയും അർവാദിലെയും നിവാസികളായിരുന്നു നിന്റെ തണ്ടുവലിക്കാർ. സേമറിൽ നിന്ന് വന്ന വിദഗ്ധന്മാരായ കപ്പിത്താന്മാർ നിനക്കുണ്ടായിരുന്നു. ഗേബാലിലെ ശ്രേഷ്ഠന്മാരും നിപുണന്മാരും നിനക്ക് ഓരായപ്പണി ചെയ്യാൻ ഉണ്ടായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും കപ്പൽക്കാരും നീയുമായി കച്ചവടം ചെയ്യാൻ വന്നിരുന്നു. പേർഷ്യ, ലൂദ്, പുത്ത് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു നിന്റെ സൈന്യത്തിലുള്ളവർ ഉണ്ടായിരുന്നത്. അവർ അവരുടെ പരിചയം പടത്തൊപ്പിയും നിന്നിൽ തൂക്കിയിട്ടു. അവർ നിനക്ക് മഹിമ ചാർത്തി. അർവാദിലെയും ഹേലക്കിലെയും ജനങ്ങൾ നിനക്ക് ചുറ്റുമുള്ള മതിലുകളിലും ഗാദാമിലെ ജനങ്ങൾ നിന്റെ ഗോപുരങ്ങളിലും കാവൽ നിന്നു. അവർ അവരുടെ പരിചകൾ നിനക്കു ചുറ്റും മതിലുകളിൽ തൂക്കി. നിന്റെ സൗന്ദര്യം അവർ പരിപൂർണമാക്കി. നിന്റെ എല്ലാ തരത്തിലുള്ള സമ്പത്ത് കണ്ട് താർശീഷുകാർ വ്യാപാരത്തിന് വന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരീയം എന്നിവ അവർ നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു. യാവാൻ, തൂബാൽ, മേഷക് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടു. അവർ നിന്റെ ചരക്കുകൾക്ക് പകരം ആളുകളെയും ഓട്ടുപാത്രങ്ങളെയും തന്നു. ബേദോർക്കമാർ കുതിരകളെയും പടക്കുതിരകളെയും കോവർക്കഴുതുകളെയും നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു. ദാദാൻകാർ നീയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടു. നിന്റെ പ്രത്യേക വ്യാപാര കേന്ദ്രങ്ങളായി ധാരാളം ദ്വീപുകൾ ഉണ്ടായിരുന്നു. ആനക്കൊമ്പും കരിന്താളിയും അവിടെ നിന്ന് നിനക്ക് പ്രതിഫലമായി ലഭിച്ചു. നിന്റെ ചരക്കുകളുടെ ബാഹുല്യം നിമിത്തം ഏദോം നീയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടു. അവർ രത്നക്കല്ലുകളും ധൂമ്രവസ്ത്രങ്ങളും ചിത്രത്തുന്നിലുള്ള വസ്ത്രങ്ങളും നേർത്ത ചണവസ്ത്രവും പവിഴവും പത്മരാഗവും പകരം തന്നു. യൂദായും ഇസ്രായേൽ ദേശവും നിന്നോട് വ്യാപാരം ചെയ്തു. മിനുത്തിലെ ഗോതമ്പ്, അത്തിപ്പഴം, തേൻ, എണ്ണ, സുഗന്ധലേപനങ്ങൾ എന്നിവ അവർ പകരം തന്നു. നിന്റെ ധാരാളമായ ചരക്കുകളും ബഹുവിധ സമ്പത്തും കണ്ട്
ദമാസ്കസ് നിന്നോട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടു. ഹെൽബോനിലെ വീഞ്ഞ്, വെളുത്ത ആട്ടിൻ രോപം, ഉസാലിൽ നിന്നുള്ള വീഞ്ഞ്, ഇരുമ്പൊടിപ്പടികൾ, ഇലവർങ്ങം, കറുവാപ്പട്ട എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരം അവർ കൊണ്ടുവന്നു. രഥത്തിൽ വിരിക്കാനുള്ള പരവതാനി ദാദാനിലെ ജനങ്ങൾ കൊണ്ടുവന്നു. അറേബ്യക്കാരും കേദാർ പ്രഭുക്കന്മാരുമാണ് ആടുകൾ, ആട്ടുകൊറ്റന്മാർ, കോലാടുകൾ എന്നിവയെ നിനക്ക് വിറ്റത്. ഷേബായിലെയും റാമായിലെയും ആളുകൾ നീയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു. ഏറ്റവും നല്ല ഇനം പരിമള തൈലങ്ങൾ, വിലപിടിച്ച രത്നങ്ങൾ, സ്വർണം എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരമായി അവർ തന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ എഫ്രേമിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. സിറിയൻ സഭയിലെ ഏക വേദപാരംഗതനാണ് വിശുദ്ധ എഫ്രേം. കവിയും വാഗ്മിയും പരിശുദ്ധാത്മാവിന്റെ വീണയുമായിരുന്നു വിശുദ്ധ എഫ്രേം. 18-ാം വയസ്സിലാണ് ജ്ഞാനസ്നാനം. കുറെ നാൾ സ്വദേശത്ത് ഉപദേഷ്ടാവായി ജോലി ചെയ്തു. മതമർദ്ദനം ഭയന്ന് ഏദേസിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് 6-ാം പട്ടം സ്വീകരിച്ചെങ്കിലും എളിമ മൂലം പൗരോഹിത്യം സ്വീകരിച്ചില്ല. പിന്നീട് മെത്രാഭിഷേകത്തിന് ക്ഷണമുണ്ടായപ്പോൾ ഭ്രാന്ത് അഭിനയിച്ചാണ് ഒഴിഞ്ഞു മാറിയത്. ഈ ഉപവാസം, രാത്രി ദീർഘനേരം പ്രാർത്ഥന, നിലത്ത് കിടന്ന് ഉറക്കം, ഇതായിരുന്നു ജീവിതചര്യകൾ. വിശിഷ്ട ഗ്രന്ഥങ്ങളും കവിതകളും രചിക്കുകയും ആലാപനം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ വീണ എന്ന പേര് ലഭിച്ചത്. വാർദ്ധക്യം വരെ എഴുത്തും പാടലും തുടർന്നു. 72-ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയമുള്ളവരെ, വേദപാരംഗതനായ വിശുദ്ധ എഫ്രേമിന്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.